നമസ്കാരം. CPM നേതാവ് PP ദിവ്യക്കെതിരെ ആരോപണവുമായി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P മുഹമ്മദ് ഷമാസ് കഴിഞ്ഞ ദിവസം വീണ്ടും രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണങ്ങളുടെ തുടർച്ചയായാണ് ഷമാസ് വീണ്ടും രംഗത്ത് വന്നത്. അതേസമയം ഷമാസിന് PP ദിവ്യയുടെ മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം സഹിതമായിരുന്നു. തന്റെ പാഠപുസ്തകത്തിലെ ഹീറോ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് PP ദിവ്യ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിളിച്ചു പറഞ്ഞു. എന്തൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴും രാഷ്ട്രീയ എതിരാളികൾ വളഞ്ഞിട്ടാക്രമിക്കുമ്പോഴും മടിയിൽ കനമില്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ടതില്ല എന്ന് പഠിപ്പിച്ച നേതാവാണ് പിണറായി എന്നും ദിവ്യ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. പിണറായി വിജയനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ദിവ്യയുടെ പോസ്റ്റ്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കണ്ടു വളർന്ന നേതാവ്. എന്തൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴും രാഷ്ട്രീയ എതിരാളികൾ വളഞ്ഞിട്ടാക്രമിക്കുമ്പോഴും മടിയിൽ കനമില്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ടതില്ല എന്ന് പഠിപ്പിച്ച നേതാവ്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി ഒരു മാധ്യമ പരിലാളനയിലും വളർന്ന നേതാവല്ല സഖാവ് പിണറായി. എന്റെ പാഠപുസ്തകത്തിലെ ഹീറോ. അഴിമതിയെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ടു നടക്കുന്നവർക്ക് കാണുന്നതെല്ലാം അത് തന്നെയെന്ന് തോന്നുന്നത് സ്വാഭാവികം. അലക്കി തേച്ച വെള്ള വസ്ത്രവും 4 പേപ്പറും കയ്യിൽ വെച്ച് 4 മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന വിടുവായുത്തത്തിന് ഓരോന്നും മറുപടി പറഞ്ഞ സമയം കളയുന്നില്ല. കോടതിയില് കണ്ടിപ്പ പാക്കലം. ഇങ്ങനെയായിരുന്നു PP ദിവ്യ ഷമാസിനുള്ള മറുപടിയായി ഫേസ്ബുക്കിൽ കുറിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ PP ദിവ്യ കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്ക് 10.47 കോടി രൂപയുടെ നിർമ്മാണ കരാറുകൾ നേരിട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് ഷമാസിന്റെ ആരോപണം. ജില്ലാ കളക്ടർ ചെയർമാനും PP ദിവ്യ ഗവേണിംഗ് ബോഡി അംഗവുമായ ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്കാണ് കോടികളുടെ കരാർ പ്രവൃത്തികൾ നേരിട്ട് ലഭിച്ചത്. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടെ നടന്ന പ്രവൃത്തികളിൽ ഏറ്റവും കൂടുതൽ തുകയുടെ കരാർ നിർമ്മിതി കേന്ദ്രയ്ക്ക് ലഭിച്ചത് അരുൺ K വിജയൻ ജില്ലാ കളക്ടറായിരുന്ന കാലയളവിലാണ് എന്നും കളക്ടറുടെ ഇടപെടലുകളിൽ സംശയമുണ്ട് എന്നും സമഗ്ര അന്വേഷണം വേണമെന്നും മുഹമ്മദ് ഷമാസ് പറഞ്ഞു. PP ദിവ്യയ്ക്ക് വേണ്ടി കളക്ടർ വഴിവിട്ട് സഹായം ചെയ്തോ എന്നും ദിവ്യയുടെ ബിനാമി ഇടപാടുകൾക്ക് കൂട്ടുനിന്നോ എന്നതുള്ളതും അന്വേഷിക്കണമെന്നും ഷമാസ് ആവശ്യപ്പെട്ടു. ദിവ്യയുടെ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ആദ്യ പ്രവൃത്തിയായ പടിയൂർ ABC കേന്ദ്രത്തിന്റെ നിർമ്മാണ കരാർ ലഭിച്ചത് ജില്ലാ നിർമ്മിതി കേന്ദ്ര വഴിയാണ് എന്നും ഷമാസ് ആരോപിച്ചു. പാലക്കയം തട്ടിലെ ബിനാമി സ്വത്തിടപാടിൽ ബിനാമി കമ്പനി ഉടമയുടെയും ദിവ്യയുടെ ഭർത്താവിന്റെയും പേരിലുള്ള രേഖകൾ തയ്യാറാക്കിയത് ഒരേ അഭിഭാഷകന്റെ ഓഫീസിൽ നിന്നാണ് എന്നും സർക്കാർ ജീവനക്കാരനായ ദിവ്യയുടെ ഭർത്താവ് അജിത്തിന്റെ ജോലി കൃഷി എന്നാണ് സ്ഥലം വാങ്ങിയ രേഖയിൽ സാക്ഷ്യപ്പെടുത്തിയത് എന്നും ഷമാസ് ചൂണ്ടിക്കാട്ടി. ദിവ്യയുടെ ഭർത്താവിന്റെയും ബിനാമികളുടെയും കൃഷിയുടെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നും ഷമാസ് ആരോപിച്ചു. ഇന്ത്യൻ ഫുഡ് ബിനാമി കമ്പനിയും PP ദിവ്യയുടെ കുടുംബവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നും വിജിലൻസിന് പരാതി നൽകുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഷമാസ് പറഞ്ഞു. ധൈര്യമുണ്ടെങ്കിൽ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നും ഷമാസ് പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷമാസ്. എന്നാൽ തീർച്ചയായും മുഹമ്മദ് ഷമാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് PP ദിവ്യ ആവർത്തിച്ചു. തന്റെ ഭർത്താവ് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്ന് ഷമാസ് തെളിയിക്കണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ദിവ്യ വ്യക്തമാക്കി. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പ്രതികരണം. കഴിഞ്ഞ 3 മാസമായി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ് എന്നും ദിവ്യ പറയുന്നു. ദിവ്യയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: KSU നേതാവ് മുഹമ്മദ് ഷമാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ 3 മാസക്കാലമായി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ എനിക്കെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളിൽ ഒന്ന് പാലക്കയം തട്ടിൽ 14 ഏക്കർ ഭൂമിയും റിസോർട്ടും സ്വന്തമായുണ്ട് എന്നൊക്കെയാണ്. ഇന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് നടത്തിയ പത്രസമ്മേളനത്തിൽ ബിനാമി കമ്പനിയുമായി ചേർന്ന് 4 ഏക്കർ ഭൂമി വാങ്ങി എന്ന വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ്. എന്റെ ഭർത്താവ് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്ന് ഷമാസ് തെളിയിക്കണം, ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. പഴയ ആരോപണം പുതിയ കുപ്പിയിലാക്കി വന്ന് പത്രസമ്മേളനം നടത്തിയ KSU ജില്ലാ നേതാവിനോട് മറ്റൊരു കാര്യം കൂടി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞ പാലക്കയം തട്ടിലെ 14 ഏക്കർ ഭൂമിയും റിസോർട്ടും ഭർത്താവിന്റെ പേരിലെ ബിനാമി പെട്രോൾ പമ്പും ഒന്ന് തെളിയിച്ചു തന്നിട്ട് വേണം പുതിയ ആരോപണം. എന്റെ കുടുംബത്തിന്റെ പേരിൽ നടത്തുന്ന വ്യാജ പ്രചരണത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. മുഹമ്മദ് ഷമാസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും.